ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കുന്നതിന് മുമ്പ് അമ്മയുടെ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനായിട്ട് 4 ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുന്നത് പതിവാണ്. ഇന്ന് നമ്മൾ ആ 4 ശ്ലോകങ്ങളുടെ അർത്ഥത്തെയാണ് ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ധ്യാനം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാമലിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ധ്യാനം അമ്മയുടെ രൂപത്തെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ്. പല ഭാവങ്ങളിൽ അമ്മയെ ഇവിടെ വർണ്ണിക്കുകയാണ് ഓരോ ശ്ലോകങ്ങളിലായി. ആ ഭാവങ്ങളിലെല്ലാം അമ്മയെ ഉൾക്കൊള്ളാൻ ഭക്തന് സാധിച്ചാൽ അവൻ്റെ ഭാവം ദൃഢമാകും. അങ്ങനെ വ്യക്തമായി അമ്മയുടെ ഭാവത്തെ ഉള്ളിൽ കണ്ട് ഭക്തിയെ ദൃഢപ്പെടുത്തി അമ്മയെ ഉപാസിക്കാനായിട്ട് സഹസ്രനാമം ജപിക്കണം. അങ്ങനെ ഭാവശുദ്ധിയോടുകൂടി ജപിക്കുന്ന സമയത്ത് ഫലം പെട്ടെന്ന് ലഭിക്കും. അമ്മയുടെ അനുഭൂതി പെട്ടെന്ന് സിദ്ധിക്കും. അതുകൊണ്ടാണ് എല്ലാ സഹസ്രനാമങ്ങൾക്കും മുമ്പ് ആ ദേവതയുടെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുന്നത്. അപ്പോൾ ഇവിടെ അമ്മയുടെ രൂപം വർണ്ണിക്കുകയാണ്. എങ്ങനെയുള്ള രൂപമാണ്? സിന്ദൂരാരുണ വിഗ്രഹാം. വിഗ്രഹ ശബ്ദത്തിന് ഇവിടെ ദേഹം എന്നാണ് അർത്ഥം. അമ്മയുടെ ദേഹം അരുണ നിറത്തോടു കൂടിയതാണ്. ഏതുപോലത്തെ അരുണ നിറമാണെന്ന് ചോദിച്ചാൽ സിന്ദൂരത്തിന് സമാനമായ അരുണ നിറം. അരുണം എന്നാൽ ചുവപ്പ്. അപ്പൊ സിന്ദൂരത്തിന് സമാനമായ ചുവന്ന നിറത്തോടു കൂടിയ ദേഹത്തോടു കൂടിയവളാണ് അമ്മ. അമ്മയുടെ രൂപം ധ്യാനിക്കുമ്പോൾ ദേഹത്തിന്റെ നിറം ആദ്യം ധ്യാനിക്കണം. ആ ചുവപ്പിനൊരു പ്രത്യേക കാന്തിയുണ്ട്. അപ്പോൾ ആ ചുവപ്പിൽ നിന്നും കിരണങ്ങൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പ്രസരിക്കുന്ന പോലെ ഒരു ചുവന്ന സൂര്യൻ, അരുണ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെയാണ് അമ്മ നിൽക്കുന്നത്. അതുകൊണ്ട് സിന്ദൂരാരുണ വിഗ്രഹം. അപ്പം നമ്മളൊക്കെ അടുത്തു ചെന്ന് നിന്നാൽ നമുക്കും ആ ചുവപ്പ് തട്ടും. അത്രയും കാന്തിയോട് കൂടിയവൾ. ത്രിനയനാം. 3 കണ്ണുകൾ ഉള്ളവളാണ് അമ്മ. കാമേശ്വരന്റെ അതേ ഭാവമാണ്. കാമേശ്വരനും 3 കണ്ണുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും 3 കണ്ണുണ്ട്. ഈ 3 കണ്ണുകൾ, അതിൽ 3ാമത്തെ കണ്ണ് ഭ്രൂമധ്യത്തിലാണ്, നെറ്റിയിലാണ്. താത്വികമായി നോക്കുകയാണെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും കാണുന്നവൾ. അതുകൊണ്ട് 3 കണ്ണുള്ളവൾ. ബോധസ്വരൂപിണി എന്നർത്ഥം. അഗ്നി, ചന്ദ്രൻ, സൂര്യൻ എന്ന 3 പ്രകാശങ്ങളെ പ്രകാശിപ്പിക്കുന്നവളായതുകൊണ്ട് ആ 3 പ്രകാശങ്ങളാണല്ലോ നമുക്ക് കാണാൻ സഹായിക്കുന്നത്. അതുകൊണ്ടും 3 കണ്ണുള്ളവൾ. ത്രിനയനാം. അമ്മയുടെ രൂപത്തിൽ 3 കണ്ണ് നമ്മൾ വ്യക്തമായി കാണണം. മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം. ശേഖര ശബ്ദത്തിന് കിരീടം എന്നാണ് അർത്ഥം. അമ്മ കിരീടം ധരിച്ചിട്ടുണ്ട്. എവിടെയാണ്? മൗലി, ശിരസിൽ. നല്ല കറുകറുത്ത മുടിയാണ് അമ്മയ്ക്കുള്ളത്. ആ മുടിയുടെ മുകളിൽ, ആ തലയിൽ അമ്മ ശേഖരം ധരിച്ചിട്ടുണ്ട്, കിരീടം ധരിച്ചിട്ടുണ്ട്. ആ കിരീടത്തിൽ മാണിക്യം പതിച്ചിട്ടുണ്ട്. നല്ല വിലപിടിപ്പുള്ള മാണിക്യങ്ങൾ അതിൽ പതിച്ചിട്ടുണ്ട്. കിരീടത്തിന് നല്ല കാന്തിയുണ്ട്, കാരണം സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ആ കാന്തിയെ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്ന, അതിൻ്റെ ഭംഗിയെ വർദ്ധിപ്പിക്കുന്ന മാണിക്യങ്ങൾ അതിൽ പതിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സ്ഫുരത്, നന്നായി ശോഭിക്കുന്ന, നന്നായി തിളങ്ങുന്ന താരാനായകനെയും ആ ശേഖരത്തിൽ ധരിച്ചിട്ടുണ്ട്. താര എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, താരാനായകൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ നായകൻ, അതായത് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രന്റെ കലയെ ആ കിരീടത്തിൽ ധരിച്ചിട്ടുണ്ട്. ശിരസിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന കിരീടം, അതിൽ മാണിക്യങ്ങൾ പതിച്ചിട്ടുണ്ട്. പോരാത്തതിന് ചന്ദ്രകലയുമുണ്ട്. അങ്ങനെയാണ് അമ്മയുടെ ഭാവം. അതാണ് മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം. അമ്മ ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മന്ദഹാസമാണ് എപ്പോഴും ആ മുഖത്ത്. അമ്മയെ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ ചിരിക്ക് വിശേഷപ്പെട്ട സ്ഥാനമുണ്ട്. ആ ചിരിയെ ധ്യാനിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാകും, അത് ആനന്ദം അനുഭവിക്കും. അപ്പോൾ ഭക്തരെ വിശേഷിച്ചും ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് അമ്മയുടെ ചിരിയാണ്. അതുകൊണ്ട് ഏത് ഭാവത്തിൽ ധ്യാനിക്കുമ്പോഴും ഈ ചിരി സങ്കല്പിക്കണം. അതുകൊണ്ട് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു, സ്മിതമുഖിയാണ് അമ്മ, ചിരിച്ച മുഖത്തോടു കൂടിയവളാണ്. ആ പീന വക്ഷോരുഹാം. വക്ഷോരുഹാം എന്ന് പറഞ്ഞാൽ സ്തനം എന്നാണ് അർത്ഥം. ആപീനം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിറഞ്ഞിരിക്കുന്ന സ്തനങ്ങളോട് കൂടിയവളാണ് അമ്മ. ലോകത്തെ മുഴുവൻ പ്രസവിച്ചവളായതുകൊണ്ട് ലോകത്തെ മുഴുവൻ പാലിക്കുന്നവളാണ് അമ്മ. അപ്പോൾ ആ മാതൃത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ പദം. ഒരു അമ്മ കുട്ടിയെ പ്രസവിച്ച് അതിനാവശ്യമുള്ള പാല് തൻ്റെ സ്തനത്തിൽ നിന്നും കൊടുത്ത ആ കുട്ടിക്ക്
ആവശ്യമുള്ള വളർച്ചയെ പ്രദാനം ചെയ്യുന്ന പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രസവിച്ച് അവർക്ക് ആവശ്യമുള്ള പോഷണങ്ങളെ അവർക്ക് നൽകി അവരെ വളർത്തുന്നവൻ. അത് സൂചിപ്പിക്കാൻ ആ മാതൃഭാവത്തെ, ശ്രീമാതാവാണ് ആദ്യത്തെ നാമം തന്നെ അതാണല്ലോ, അത് സൂചിപ്പിക്കാനായിട്ട് ആ പീന വക്ഷോരുഹാം നിറഞ്ഞ സ്തനങ്ങളോട് കൂടിയവൾ. പാണിഭ്യാം ബിഭ്രതീം രണ്ട് കൈകളിലും അമ്മ രണ്ട് സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കൈയിൽ അളിപൂർണ രത്ന ചഷകം. ചഷകം എന്നാൽ പാത്രം, ദ്രാവകങ്ങളെ വെക്കാനുള്ള പാത്രമാണ്. ആ പാത്രം രത്നം പതിച്ചിട്ടുള്ളതായതുകൊണ്ട് രത്ന ചഷകം എന്ന് വിളിച്ചിരിക്കുന്നു. അപ്പൊ രത്നം പതിച്ചിട്ടുള്ള നല്ല വിലപിടിപ്പുള്ള പാത്രമാണ്. രത്ന ശബ്ദത്തിന് ശ്രേഷ്ഠം എന്ന അർത്ഥമുണ്ട്. അപ്പൊ വളരെ ശ്രേഷ്ഠമായ പാത്രമാണ്. ആ പാത്രം പൂർണ്ണമാണ്, നിറഞ്ഞിരിക്കുന്നു. എന്തിനാൽ? അളിയാൽ. അളി എന്ന് പറഞ്ഞാൽ മദ്യം. അപ്പൊ മദ്യം നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രം അമ്മ ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യിൽ രക്തോത്പലം, ചുവന്ന നിറത്തിലുള്ള താമരയെ അമ്മ പിടിച്ചിട്ടുണ്ട്. രണ്ട് കൈകളിൽ രണ്ട് കാര്യങ്ങൾ പിടിച്ചിരിക്കുന്നു. ഒരു കൈയിൽ മദ്യത്തിന്റെ ചഷകം പിടിച്ചിരിക്കുന്നു, മദ്യം നിറഞ്ഞിരിക്കുന്ന ചഷകം പിടിച്ചിരിക്കുന്നു. മറ്റേ കൈയിൽ അമ്മ താമര പിടിച്ചിരിക്കുന്നു. അതും നല്ല ചുവന്ന താമരയാണ്, രക്തോത്പലമാണ്. ഇത് രണ്ടും ഭക്തർക്ക് തന്നിൽ നിന്നും എന്ത് കിട്ടും എന്നുള്ളതിന് സൂചനയാണ്. അതുകൊണ്ട് ഇത് രണ്ടും വിശേഷിച്ചും നമ്മൾ ധ്യാനിക്കണം. ഇവിടെ രത്നചഷകത്തിൽ മദ്യം നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഭോഗങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്, ലൗകികമായ ഭോഗങ്ങൾ. ഭക്തര് അമ്മയുടെ അടുത്ത് വന്നാൽ അവർക്ക് ലൗകികമായ സുഖങ്ങൾ ഉറപ്പായും ലഭിക്കും. അപ്പോൾ ഭുക്തിയെ നൽകുന്നവളാണെന്ന് സൂചിപ്പിക്കാൻ ആ ഭുക്തിയുടെ പ്രതീകമായിട്ട് മദ്യപാത്രം ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നു. മറ്റേ കയ്യിൽ താമരയാണ് പിടിച്ചിട്ടുള്ളത്. താമര യോഗത്തെ സൂചിപ്പിക്കുന്നു. അതായത് ശരീരമനോബുദ്ധികൾക്ക് അതീതമായി നിൽക്കുന്ന ബോധസ്വരൂപനായ ആ പരമ്പൊരുളിനെ, ആ ലളിതാ പരമേശ്വരിയെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ ലയിച്ച് ആ ഏകത്വം പ്രാപിക്കുന്ന അവസ്ഥയാണ് യോഗം. അപ്പോൾ നമുക്ക് ഒരു കയ്യിൽ ഭോഗത്തെ അമ്മ നൽകുന്നു, മറുകൈയിൽ യോഗത്തെ നൽകുന്നു. അമ്മയെ ഉപാസിച്ചാൽ ഇത് രണ്ടും കിട്ടും. അപ്പൊ രണ്ടിനെയും നൽകുന്ന ഭാവം പ്രദർശിപ്പിക്കാനായിട്ട് രണ്ട് വസ്തുക്കളെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നല്ല ചുവന്ന കരങ്ങളാണ് അമ്മയ്ക്ക്, കോമളമായ കരങ്ങളാണ്, അതിലാണ് ഇത് രണ്ടും പിടിച്ചിട്ടുള്ളത്. അപ്പൊ ആ രൂപം കാണുമ്പോൾ ഈ ഭാവവും മനസ്സിലേക്ക് വരണം. നമുക്ക് ഭോഗവും അമ്മ നൽകും, യോഗവും നൽകും. അതുകൊണ്ട് പാണിഭ്യാം അളിപൂർണ രത്ന ചഷകം രക്തോത്പലം ബിഭ്രതീം. സൗമ്യാം, സൗമ്യയാണ് അമ്മ. വളരെയധികം സൗമ്യമായ സ്വഭാവത്തോടു കൂടിയവൻ, സൗമ്യമായ നോട്ടത്തോടു കൂടിയവൻ. അമ്മയുടെ നടത്തത്തിൽ ആ സൗമ്യതയുണ്ട്. എല്ലാ പ്രകാരത്തിലും സൗമ്യയാണ് അമ്മ. കാരണം ഉള്ള് എപ്പോഴും ശാന്തമാണ്. മനസ്സിലകിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഈ സൗമ്യത ഉണ്ടാവുകയില്ല. അപ്പോൾ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ സൗമ്യയായി ഇരിക്കാൻ പറ്റൂ. അമ്മയുടെ മനസ്സിന്റെ ഭാവം നിത്യശാന്തിയാണെന്ന് സൂചിപ്പിക്കാൻ ഇവിടെ സൗമ്യയാണ് അമ്മ എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് എളുപ്പം സമീപിക്കാവുന്നവളാണ്. കാരണം മനസ്സിളകിയിരിക്കുന്ന വ്യക്തി എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല. അമ്മ എപ്പോഴും ശാന്തയായി സൗമ്യയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് സധൈര്യം സമീപിക്കാവുന്നതാണ്. സൗമ്യാം രത്നഘടസ്ഥ രക്ത ചരണാം. ചരണാം അമ്മയുടെ കാലുകൾ. ദേഹം മുഴുവൻ, വിഗ്രഹം മുഴുവൻ സിന്ദൂരാരുണമാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കാല് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയുന്നു ആ കാലിനും രക്തനിറമാണ്. അപ്പൊ രക്തചരണാം, നല്ല ചുവന്ന കാലുകളാണ്. ആ കാലുകൾ അമ്മ എവിടെയാണ് വെച്ചിട്ടുള്ളത്? രത്നഘടസ്ഥ. ഘടം എന്നാൽ കുടം. അപ്പോൾ രത്നം പതിച്ചിട്ടുള്ള കുടത്തിലാണ് ആ കാല് അമ്മ വെച്ചിട്ടുള്ളത്. ഇവിടെ കുടം എന്നാൽ ഒരു പാത്രം എന്ന അർത്ഥമെടുക്കാം. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു പാത്രം, കാരണം രത്ന ശബ്ദത്തിന് ശ്രേഷ്ഠം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു പാത്രത്തിൽ അമ്മ കാല് വെച്ചിരിക്കുക. അപ്പോൾ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പാത്രം, അതിൽ ഒരുപാട് രത്നങ്ങൾ പതിച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കാം. പിന്നെ ഘടം എന്നാൽ പ്രത്യേകിച്ചും കുടം എന്ന അർത്ഥം വരുന്നത് കുടമായിട്ട് തന്നെ സങ്കല്പിക്കാം. അങ്ങനെ ആ കുടത്തിൽ കാല് വെച്ചിരിക്കുന്ന, ആ കുടത്തിന്റെ മുകളിൽ കാല് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാവത്തിലാണ് അമ്മ ഇരിക്കുന്നത്. എല്ലാ നിധിയെയും ആ കുടത്തിലുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാം. അതിൻ്റെ മുകളിലുള്ള ആധിപത്യത്തെയാണ്. ഈ ലോകത്തിൽ നമ്മൾ തേടുന്ന എല്ലാ സുഖങ്ങളും അമ്മയുടെ പാദത്തിന് ചുവട്ടിലാണ് എന്നുള്ള ധ്വനി ആ ഭാവത്തിലുണ്ട്. ധ്യാനിക്കുമ്പോൾ ഈ ഭാവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തെളിയണം. അപ്പോഴാണ് അമ്മയുടെ മഹിമ ശരിക്കും ഉൾക്കൊള്ളാനും നല്ല രീതിയിൽ ഉപാസിക്കാനും സാധിക്കുക. അതാണ് രത്നഘടസ്ഥ രക്തചരണാം ധ്യായേത് പരാം അംബികാം. പരയാണ്, എല്ലാത്തിനും ഉപരി.
നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് എത്രയുണ്ടോ അതിനും അപ്പുറം. അപ്പൊ നമ്മുടെ ലിമിറ്റുകൾക്കൊക്കെ അപ്പുറമുള്ളവൾ, അതുകൊണ്ട് പരയാണ് അമ്മ. ഇനി വാക്കിന്റെ അർത്ഥത്തിലെടുത്താലും വാക്കിന് 4 ഭാവങ്ങളുണ്ടെന്ന് പറയും. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. അതിലേറ്റവും സൂക്ഷ്മമായ ഭാവം പരാഭാവം, ആ ഭാവത്തിൽ ഇരിക്കുന്നവൾ എന്നും നമുക്ക് അർത്ഥമെടുക്കാം. അംബികാം, അമ്മയാണ്, എല്ലാവരുടെയും അമ്മയാണ്. ആ മാതൃത്വത്തെ സൂചിപ്പിക്കാനാണ് ആപീന വക്ഷോരുഹാം എന്ന് പറഞ്ഞത്. അമ്മയാണ്, നമുക്കെല്ലാം സധൈര്യം സമീപിക്കാവുന്നവൾ, നമ്മുടെ എല്ലാം അമ്മയാണ്. അത്രയും വാത്സല്യമുള്ളവളാണ്. നമുക്ക് മറ്റൊരാശ്രയമില്ല. നമ്മെ പ്രസവിച്ച് നമുക്ക് ആവശ്യമുള്ള പോഷണങ്ങളെ നൽകി നമ്മളെ പാലിക്കുന്ന അമ്മയാണ്, ലോകമാതാവാണ്. അതുകൊണ്ട് അംബികാം, ആ അംബികയെ ധ്യാനിക്കണം. ആചാര്യൻ ഉപദേശിക്കുകയാണ്. നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിന് മുമ്പ് ആ അമ്മയെ മനസ്സിലാക്കാൻ ആ അമ്മയുടെ ഒരു ഭാവം ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഭോഗത്തെയും യോഗത്തെയും ഒരുപോലെ പ്രദാനം ചെയ്യുന്നവൾ, എല്ലാ ഐശ്വര്യത്തിൻ്റെയും മുകളിൽ കാല് വച്ചിരിക്കുന്നവൾ, ചുവന്ന നിറത്തോടു കൂടിയവൾ, അങ്ങനെയിരിക്കുന്ന വാത്സല്യനിധിയായിരിക്കുന്നവൾ, നിറഞ്ഞ സ്തനങ്ങളോട് കൂടിയവൾ, അങ്ങനെയെല്ലാം ഇരിക്കുന്ന, കിരീടം ധരിച്ചിട്ടുണ്ട്, അതിൽ ചന്ദ്രക്കലയുണ്ട്, രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം ഇരിക്കുന്ന സൗമ്യയായിരിക്കുന്ന ആ അമ്മയെ നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ മനസ്സിൽ അമ്മയുടെ ആ ഭാവം കാണണം. അപ്പം ആ ഭാവം കാണുമ്പോൾ വാസ്തവത്തിൽ അമ്മയ്ക്ക് രൂപമോ ഭാവമോ ഇല്ല, ഇതിനെല്ലാം അതീതയായ പൊരുളാണ്. എന്നാൽ നമ്മൾ അമ്മയെ ഓരോ ഭാവത്തിൽ കണ്ട് ധ്യാനിക്കുകയാണ്. ആ ഭാവങ്ങളിലൂടെയെല്ലാം അമ്മയുടെ ആ പരമാർത്ഥത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി. ഇതായിരുന്നു ആദ്യത്തെ ധ്യാന ശ്ലോകം. ഈ ഭാവമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീന വക്ഷോരുഹാം പാണിഭ്യാമലിപൂർണരത്ന ചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം. അലി എന്ന ശബ്ദം അലി എന്ന് ലകാരത്തിലും പറയും. രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്. പാഠഭേദം കാണാം, പക്ഷെ അർത്ഥം ഒന്ന് തന്നെയാണ്. ആദ്യത്തെ ശ്ലോകം കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ധ്യാന ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രദാത്രീം. രണ്ടാമത്തെ ഭാവത്തിൽ അമ്മയെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കാൻ പോവുകയാണ്. ധ്യാനിക്കണം, ഉപദേശിക്കുകയാണ്. ആചാര്യനിൽ നിന്നും നമുക്ക് നേരിട്ട് ലഭിക്കുന്ന ഉപദേശമാണ്. ആ വലിയ ഒരു പരമ്പര നമ്മോടുള്ള കരുണ കൊണ്ട് നമ്മയെ അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മയുടെ ഭാവത്തെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ധ്യാനിക്കണം. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് അമ്മയെ? പത്മാസനസ്ഥാം. പത്മം എന്നാൽ താമര. താമരയിൽ ഇരിക്കുന്നവളായിട്ട് അമ്മയെ ധ്യാനിക്കണം. അമ്മയുടെ ഇവിടുത്തെ ഭാവം താമരയിൽ ഇരിക്കുന്ന ഭാവമാണ്. അപ്പോൾ ഒരുപാട് ഇതളുകളുള്ള നല്ല കാന്തിയുള്ള കോമളമായ ഒരു താമരയെ സങ്കല്പിക്കുക. അത് നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ നമ്മുടെ അകത്ത് ആ താമരയെ കണ്ട് ആ താമരയിൽ ഇരിക്കുന്നവളാണ് അമ്മ. അതാണ് പത്മാസനസ്ഥാം. വികസിത വദനാം. അമ്മയുടെ വദനം, മുഖം വികസിച്ചിരിക്കുന്നു. പ്രസാദത്തെയാണത് സൂചിപ്പിക്കുന്നത്. മനസ്സിൽ വളരെയധികം പ്രസാദം ഉണ്ടാകുമ്പോൾ മുഖത്തിൽ ആ പ്രസാദം തെളിഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ ഭക്തരിൽ വളരെയധികം പ്രസാദിച്ചിരിക്കുന്ന ഭാവത്തിലാണ് അമ്മ എന്ന് നമ്മൾ ധ്യാനിക്കണം. അതുകൊണ്ടാണ് വികസിത വദന. അപ്പൊ ആ മുഖം കാണുമ്പോൾ തന്നെ നമ്മുടെ ഭക്തിയിൽ അമ്മയ്ക്ക് പ്രീതി ഉണ്ടായിട്ടുണ്ട്, സന്തോഷമുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് അനുഭവിക്കണം. അതുകൊണ്ടാണ് പത്മാസനസ്ഥാം വികസിത വദനാം പത്മപത്രായ താക്ഷീം. താമരയുടെ ഇതളുപോലെ നീണ്ട കണ്ണുകളോട് കൂടിയവളാണ് അമ്മ. ആ നീണ്ട കണ്ണുകൾ എന്ന് പറയുന്നത് അമ്മയുടെ ശാന്തതയെ സൂചിപ്പിക്കാൻ കൂടിയാണ്. വികസിത വദനാം എന്ന് പറഞ്ഞുവല്ലോ. അപ്പൊ നല്ല പ്രസന്നയാണെന്ന് സൂചിപ്പിക്കാൻ, അതുപോലെ തന്നെ ശാന്തയാണെന്ന് സൂചിപ്പിക്കാൻ വിരിഞ്ഞ കണ്ണുകൾ പറയും. താമരയുടെ ഇതള് പോലത്തെ കണ്ണുകൾ, അത് യോഗികളുടെ ഭാവത്തെ സൂചിപ്പിക്കുന്നതാണ്. അതായത് പകുതി അടഞ്ഞ ഒരു ഭാവവും നമുക്കവിടെ സങ്കല്പിക്കാം. പകുതി അടഞ്ഞ ഭാവം എന്ന് പറയുമ്പോൾ ലോകത്തിലുമല്ല തന്നിലുമല്ല, രണ്ടും ഒരുപോലെ അറിഞ്ഞിരിക്കുന്നവൾ.
നമ്മൾ ലോകത്തിൽ ഇരിക്കുമ്പോൾ ഇതിൽ മുഴുകിപ്പോവുകയാണ്. പക്ഷേ അമ്മ ലോകത്തിൽ ആവിർഭവിക്കുമ്പോഴും സ്വരൂപബോധം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് പകുതി അടഞ്ഞ ഭാവത്തിലുള്ള കണ്ണുകൾ എന്നും, അതല്ലെങ്കിൽ താമരയ്ക്ക് സമാനമായി നീണ്ടു നിൽക്കുന്ന കണ്ണുകൾ എന്നും. അപ്പൊ താമരയുടെ കണ്ണെന്ന് പറയുന്നത് എപ്പോഴും ഈ അകത്തുള്ള അനുഭൂതിയെ സൂചിപ്പിക്കാൻ പറയുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് പത്മപത്രായ താക്ഷിയും, നല്ല നീണ്ട താമര ഇതൾ പോലത്തെ കണ്ണുകളോട് കൂടിയവൾ, ഹേമാഭാം, സ്വർണത്തിന്റെ നിറത്തോട് കൂടിയവളാണ്. നേരത്തെ സിന്ദൂര നിറത്തിലാണ്, അരുണ നിറത്തിലാണ് ധ്യാനിച്ചത്. ഇവിടെ സ്വർണ്ണ നിറമാണ് അമ്മയ്ക്ക് പറയുന്നത്. അപ്പൊ താമരയിൽ അമ്മ ഇരിക്കുന്നു, താമരയുടെ നടുവിലാണ് ഇരിക്കുന്നത്, വികസിതമായ വദനത്തോടു കൂടിയാണ് ഇരിക്കുന്നത്, കണ്ണുകൾ പത്മത്തിന്റെ പത്രം പോലെ നീണ്ടിരിക്കുന്നു. അതുപോലെ സ്വർണത്തിന്റെ നിറമാണ് അമ്മയ്ക്കുള്ളത്. പീതവസ്ത്രാം, അമ്മ ഉടുത്തിട്ടുള്ള വസ്ത്രമോ അതും പീത നിറത്തിലുള്ളതാണ്. പീതം എന്നാൽ മഞ്ഞ. അപ്പൊ മഞ്ഞ പട്ടാണ് അമ്മ ധരിച്ചിട്ടുള്ളത്. അമ്മയുടെ ശരീരത്തിന്റെ കാന്തിയും സ്വർണ സമാനമാണ്. അതുപോലത്തെ നിറത്തോടു കൂടിയ പട്ടാണ് അമ്മ ധരിച്ചിട്ടുള്ളത്. കരകലിത ലസത് ഹേമ പത്മാം, കരം രണ്ട് കൈകളിൽ, കയ്യിൽ കലിതം, കലിതം എന്നാൽ പിടിച്ചിരിക്കുന്ന, അപ്പൊ കയ്യിൽ പിടിച്ചിരിക്കുന്ന, ലസത് ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന, ഹേമ പത്മാം. അപ്പൊ ഒരു കയ്യിൽ അമ്മ വളരെയധികം പ്രകാശിക്കുന്ന സ്വർണ നിറത്തിലുള്ള താമരയെ പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ ദേഹത്തിന്റെ കാന്തി സ്വർണ്ണ നിറമാണ്. അമ്മ ധരിച്ചിട്ടുള്ള വസ്ത്രം സ്വർണ്ണ നിറമാണ്, അതായത് മഞ്ഞപ്പട്ടാണ് ഉടുത്തിട്ടുള്ളത്. അമ്മ കയ്യിൽ പിടിച്ചിട്ടുള്ള പൂവ് താമരയാണ്. ആ താമരയുടെ നിറവും സ്വർണ്ണ നിറമാണ്. വരാംഗീം, ശ്രേഷ്ഠമായ ശരീരമുള്ളവൾ, അതായത് വളരെയധികം സുന്ദരിയായിരിക്കുന്നവൾ. ശരീരത്തിന്റെ അംഗങ്ങൾ ഏതേത് അളവിലാണോ വേണ്ടത് അതേ അളവിലുള്ളപ്പോഴാണ് വരാംഗി എന്ന ശബ്ദം പറയാം. പെർഫെക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അങ്ങനത്തെ ഭാവത്തിൽ ആവിർഭവിക്കുന്നവൾ. അത്രയും വ്യക്തമായി നമ്മൾ മനസ്സിൽ അമ്മയുടെ രൂപത്തെ കാണണം. അപ്പൊ വരാംഗി എന്ന് പറയുമ്പോൾ അത്രയും ശ്രേഷ്ഠമായ അംഗങ്ങളോട് കൂടിയ ദേഹത്തോടു കൂടിയവൾ എന്ന ഭാവത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കണം. വരം തന്നെ ദേഹമായിട്ടിരിക്കുന്നവൾ എന്ന അർത്ഥവുമുണ്ട്. വരം എന്നാൽ അനുഗ്രഹം. അപ്പോൾ ഭക്തർക്കുള്ള അനുഗ്രഹം ഒരു രൂപമെടുത്താൽ ആ രൂപമാണ് ഈ രൂപം എന്ന അർത്ഥവും അവിടെ വരാംഗി എന്ന ശബ്ദത്തിന് കിട്ടും. സർവാലങ്കാരയുക്താം, എല്ലാ അലങ്കാരങ്ങളോടും കൂടിയവളാണ്. സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് എന്തെല്ലാം അലങ്കാരങ്ങൾ പൊതുവെ സ്ത്രീകൾ ചെയ്യുന്നുണ്ടോ ആ അലങ്കാരങ്ങളെല്ലാം കൂടിയ ഭാവത്തിലാണ് അമ്മയെയും സങ്കല്പിക്കേണ്ടത്. അമ്മ കിരീടം ധരിച്ചിട്ടുണ്ട്, ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. അത് പലതരത്തിലുള്ള മാലകൾ ഉണ്ടാവാം, കർണകുണ്ടലങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം സങ്കല്പിക്കുക. അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട്, പാദസരം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആഭരണങ്ങളാലും അലങ്കാരങ്ങളാലും ചേർന്നിരിക്കുന്നവൾ, അതായത് അലങ്കരിക്കപ്പെട്ട ദേഹത്തോടു കൂടിയവൾ. അപ്പൊ സുന്ദരമായ ദേഹമാണ്, ശ്രേഷ്ഠമായ ദേഹമാണ്. അതിൽ അത്രയും ശ്രേഷ്ഠമായ ആഭരണങ്ങൾ അമ്മ ധരിച്ചിരിക്കുന്നു. സർവാലങ്കാരയുക്താം സതതം അഭയതാം. സതതം എന്നാൽ നിരന്തരം, നിരന്തരം അഭയത്തെ നൽകുന്നവൾ, അതാണ് സതതം അഭയതാം. നിരന്തരം അഭയം നൽകും. ഒരിക്കൽ അമ്മയെ ആശ്രയിച്ചാൽ പിന്നെ മറ്റൊരു ആശ്രയത്തിന്റെ ആവശ്യം ഉദിക്കുന്നേയില്ല. എല്ലാ കാലത്തും അമ്മയുടെ അഭയം നമുക്കുണ്ടാവും. അഭയം എന്നാൽ ആശ്രയം എന്നാണ് അർത്ഥം. പക്ഷെ ആ പദത്തെ സൂക്ഷ്മമായി നോക്കിയാൽ ഭയമില്ലാതെയാക്കുന്ന ഭാവം, ഭയമില്ലാത്ത ഭാവമാണ് അഭയം. ഭക്തിയുടെ ലക്ഷണം അഭയമാണ്. ഭക്തി ഉണ്ടെങ്കിൽ അഭയം ഉണ്ടാവണം. കാരണം അമ്മ നമ്മളെ സംരക്ഷിക്കുമ്പോൾ പിന്നെ ഭയം എന്തിന്? എന്തിൽ നിന്നും ഭയപ്പെടണം നമ്മൾ? എന്തിനേയും എതിർക്കാൻ കേൾപ്പുള്ള, എല്ലാ പ്രകാരത്തിലുമുള്ള സംരക്ഷണം നമുക്ക് നൽകാൻ കേൾപ്പുള്ള കരങ്ങളോടുകൂടിയവൾ. അങ്ങനെയുള്ള അമ്മയെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് അഭയം ഉണ്ടാവും. അത് സതതമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഭക്തർക്ക് സതതമായ അഭയത്തെ നൽകുന്നവൾ സതതം അഭയതാം. ഭക്ത നമ്രാം, അമ്മ അഭയം നൽകുന്നവളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തര് സദാ അമ്മയെ നമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഭക്ത നമ്ര. എപ്പോഴും അമ്മയെ നമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തർ. അമ്മയുടെ അടുത്ത് ചെന്ന് നമ്മൾ നിന്നാൽ അവിടെ ഇഷ്ടംപോലെ ഭക്തരുടെ സാന്നിധ്യം നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും. എല്ലാവരും നമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാം നമസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ആ താമരയിൽ അങ്ങനെ സ്വർണത്തിനെ പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ട് അമ്മ ശോഭിക്കുകയാണ്. അതാണ് ഭക്ത നമ്രാം. ഇനി അങ്ങനെ നമിക്കുന്ന ഭക്തർക്ക് അഭയത്തെ കൊടുക്കുന്നവരാണെന്ന് നമുക്ക് ചേർത്തും വായിക്കാം. അപ്പോൾ സതതം അഭയതാം ഭക്ത നമ്രാം ഭവാനീം. ഭവാനീം എന്ന് പറഞ്ഞാൽ ലോകത്തെ പ്രസവിച്ചവൾ എന്നാണ് അർത്ഥം. മാതൃഭാവം തന്നെയാണ്. ഭവന്റെ പത്നി എന്ന അർത്ഥവുമുണ്ട്. പക്ഷെ ലോകത്തെ ജനിപ്പിച്ച് ആ ലോകത്തെ പാലിക്കുന്നവളാണ് അമ്മ.
അപ്പം അവിടെ ആ താമരയിൽ ഇരുന്നു കൊണ്ട് ലോകപാലനമാണ് അമ്മ നടത്തുന്നത്. അതുകൊണ്ട് ഭവാനിയാണ് അമ്മ. ശ്രീവിദ്യ, അമ്മ ശ്രീവിദ്യ തന്നെയാണ്. ശ്രീവിദ്യ എന്ന് പറയുന്നത് അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ്. ഷോഡശി എന്നും പഞ്ചദശി എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന, അതായത് 15 അക്ഷരങ്ങളോടുകൂടിയും 16 അക്ഷരങ്ങളോടും കൂടിയും ഒക്കെ അമ്മയുടെ ശ്രീവിദ്യ മന്ത്രമുണ്ട്. ആ ശ്രീവിദ്യാ സ്വരൂപത്തിൽ ഇരിക്കുന്നവളാണ് അമ്മ. ഭക്തരാ മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രമായിട്ട് ആവിർഭവിക്കുന്നത് അമ്മ തന്നെയാണ്. ഇനി അർത്ഥം, പദത്തിന്റെ അർത്ഥം എടുത്തു നോക്കിയാൽ ശ്രീ വിദ്യ. ശ്രീ എന്നാൽ ലക്ഷ്മി, വിദ്യ എന്നാൽ സരസ്വതി. അപ്പോൾ ലക്ഷ്മിയായും സരസ്വതിയായും ഇരിക്കുന്നവൾ. ലക്ഷ്മിയും സരസ്വതിയും അമ്മ തന്നെയാണ്, ലളിതാ പരമേശ്വരി തന്നെയാണ്. ഇനി ശ്രീയുടെ വിദ്യ എന്നർത്ഥവും വരും. ഐശ്വര്യം നേടാനുള്ള വിദ്യയായിട്ടിരിക്കുന്നവൾ. അമ്മയെ ലഭിച്ചാൽ നമുക്ക് ഐശ്വര്യം ലഭിക്കും. അതല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന മന്ത്രമായിട്ട് ആവിർഭവിച്ചവൾ ശ്രീവിദ്യാം ശാന്തമൂർത്തിം. ശാന്തയാണ് അമ്മ, ശാന്തസ്വരൂപയാണ്. അമ്മയിൽ ഒരല്പം പോലും ചഞ്ചലതയില്ല. മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുന്നു. ശാന്തമായ മനസ്സുള്ളത് കൊണ്ട് ശരീരത്തിനും ആ ശാന്തതയുണ്ട്. ശരീരത്തിനും ഇളക്കമൊന്നുമില്ല. നല്ല ദൃഢമായി ഇളകാതെ ഇരിക്കുന്ന ഭാവമാണ്. കാരണം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരം ഇളകാൻ തുടങ്ങും. ചിലർ കാലൊക്കെ ഇരുന്ന് ആട്ടുന്നത് കാണാം. മനസ്സിന്റെ ആ ഇളക്കമാണ് പ്രതിഫലിക്കുന്നത്. പക്ഷെ മനസ്സ് ശാന്തമായ ശരീരവും ശാന്തമാവും. അപ്പൊ അങ്ങനത്തെ ശാന്തമായ മൂർത്തിയായിട്ടിരിക്കുന്നവൾ ശാന്തമൂർത്തിയും സകല സുരനുതാം. ഇത്രയും അധികം ഗുണമുള്ളവളായതുകൊണ്ട് ഇപ്പൊ ശ്രീവിദ്യ എന്ന് പറഞ്ഞു. ശ്രീയും വിദ്യയും ഇവിടെ തന്നെയാണെങ്കിൽ സ്വാഭാവികമായും ലോകത്തിലുള്ള എല്ലാവരും വന്ന് വന്ദിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു സകല സുരനുതാം. സകലം, എല്ലാ സുരന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൾ, വന്ദിക്കപ്പെടുന്നവളാണ് അമ്മ. സുരന്മാരെന്നാൽ അമരന്മാർ, ദേവന്മാർ. ദേവന്മാരാണ് ലോകത്തെ പാലിക്കുന്നവർ. അവർക്കൊക്കെ ആശ്രയം കൊടുക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് അവര് സദാ അമ്മയെ വന്ന് ദർശിച്ച് അമ്മയെ സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നവളാണ്. ഭക്ത നമ്രാം എന്ന് പറഞ്ഞു. സാധാരണക്കാരായ ഭക്തരെ നമുക്ക് അവിടെ എടുക്കാം. വിശേഷപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ ദേവതകളെ നമുക്ക് ഈ 2ാമത്തെ പദത്തിൽ സകല സുരനുതാം എന്ന പദത്തിൽ എടുക്കാം. അപ്പൊ എല്ലാ പ്രകാരത്തിലുള്ള ഭക്തരും, ഭക്തരിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്, ഒരുപോലെയാണ്. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിൽ പല പ്രകാരം കാണുന്നുവെന്ന് മാത്രം. അങ്ങനെയുള്ള ഭക്തർ വന്ന് അമ്മയെ നമിക്കുന്നു, സ്തുതിക്കുന്നു, വന്ദിക്കുന്നു. സർവസമ്പത് പ്രദാത്രീ. എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത്? സർവസമ്പത്തിനെയും നൽകുന്നവളാണ് അമ്മ. എല്ലാ സമ്പത്തിനെയും നൽകുന്നു. എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നൽകും. ഭൗതികമായ സമ്പത്തും നൽകും, ആത്മീയമായ സമ്പത്തും നൽകും. അപ്പൊ എന്താഗ്രഹമുണ്ടെങ്കിലും അത് തരാൻ കെൽപ്പുള്ളവളും അത് തരാൻ ഇച്ഛിക്കുന്നവളുമാണ് അമ്മ. അതുകൊണ്ട് സധൈര്യം സമീപിക്കാം, സധൈര്യം ചോദിക്കാം. ഇത് നമുക്ക് ഈ ധ്യാനത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാം. അപ്പൊ അത്രയും വൈഭവത്തോടു കൂടിയവളാണ് അമ്മ. ഇതായിരുന്നു 2ാമത്തെ ധ്യാന ശ്ലോകം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത് ഹേമപത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത് പ്രദാത്രീം. അടുത്തത് 3ാമത്തെ ധ്യാന ശ്ലോകമാണ്. സകുങ്കുമ വിലേപനാം അലികചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. സകുങ്കുമ വിലേപനാം. അമ്മ ദേഹത്ത് കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ സകുങ്കുമ വിലേപനം ചെയ്തിട്ടുണ്ട്. ദേഹത്തിൽ കുങ്കുമം ചാർത്തിയിട്ടുണ്ട്. അലങ്കാരമായിട്ടും സുഗന്ധത്തിന് വേണ്ടിയിട്ടും കുങ്കുമം അമ്മ ദേഹത്തിൽ ചാർത്തിയിട്ടുണ്ട്. അലിക ചുംബി കസ്തൂരികാം. അലികം എന്നാൽ മുടി. ചുംബി എന്ന് പറഞ്ഞാൽ ചുംബിക്കുന്നത്, അതിനെ സ്പർശിക്കുന്നു, മുടിയെ സ്പർശിക്കുന്ന കസ്തൂരികയോടുകൂടി. കസ്തൂരിയുടെ തിലകം അമ്മ ചാർത്തിയിട്ടുണ്ട്. അത് അമ്മയുടെ മുടിയെ സ്പർശിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ട്, അത് മുടി വരെ നീണ്ടു കിടക്കുന്നുവെന്നോ അല്ലെങ്കിൽ സിന്ദൂരത്തിന്റെ സ്ഥാനത്ത് കസ്തൂരി ചാർത്തിയിട്ടുണ്ട്, അപ്പോൾ അവിടെ മുടിയെ സ്പർശിച്ചിരിക്കുന്നുവെന്നോ നമുക്ക് അർത്ഥമെടുക്കാം. തിലകമായിട്ടാണ് പൊതുവെ ചാർത്തുക. അപ്പൊ മുടിയുടെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. മുടി ഇങ്ങനെ ചുരുണ്ട് മുമ്പിലേക്ക് കിടക്കുന്നത് കൊണ്ട് അതിന്റെ സ്പർശം ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം നമുക്ക് ആ ഭാവത്തെ എടുക്കാം. അലിക ചുംബി കസ്തൂരിക. ഇപ്പൊ കുങ്കുമം ധരിച്ചിട്ടുണ്ട്, അതുപോലെ കസ്തൂരിയെ ധരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഭാവത്തിലാണ് അമ്മ ഇരിക്കുന്നത്. കസ്തൂരിക്ക് നല്ല സുഗന്ധമാണ്. അപ്പൊ സുഗന്ധം പരത്താൻ വേണ്ടി കൂടി അത് ധരിക്കും അലങ്കാരമായിട്ട്. അപ്പൊ അങ്ങനെ ധരിച്ചിരിക്കുകയാണ്.
സ മന്ദഹസിതേ ക്ഷണാം. മന്ദഹാസത്തോടു കൂടിയ നോട്ടത്തോടു കൂടിയവളാണ് അമ്മ. ഈക്ഷണം എന്നാൽ നോട്ടം. അമ്മ ഭക്തരെ നോക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള ആ മന്ദഹാസം, ആ ചുണ്ടിൽ വിരിയുന്ന മന്ദഹാസം നമുക്ക് ആ നോട്ടത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കാൻ പറ്റും. അഥവാ ഒന്ന് മന്ദഹസിച്ചുകൊണ്ടാണ് അമ്മ എപ്പോഴും നോക്കുന്നത്. കാരണം അമ്മയ്ക്ക് എല്ലാവരും മക്കളാണ്, എല്ലാവരോടും സ്നേഹമാണ്. അമ്മയ്ക്ക് ഭേദമില്ല. നമ്മുടെ ഇടയിൽ പല പ്രകാരത്തിലുള്ള ഭേദങ്ങൾ ഉണ്ടെങ്കിലും അത്തരം ഭേദങ്ങളെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ അമ്മയെ സമീപിക്കുന്നതെങ്കിലും അമ്മ നമ്മളെ എല്ലാം ഒരേപോലെയാണ് കാണുന്നത്. അപ്പൊ എല്ലാവരെയും മക്കളായി കാണുമ്പോൾ, മക്കൾ കാണാൻ വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന സന്തോഷം ഏതൊരു അമ്മയുടെ മുഖത്തും കാണാം. അതേ സന്തോഷം നമ്മുടെ ജഗദംബികയുടെ മുഖത്തും കാണാം. അതുകൊണ്ട് മന്ദമായി ഹസിച്ചുകൊണ്ട് നോക്കുന്നവളാണ്, കടാക്ഷിക്കുന്നവളാണ് അമ്മ. അമ്മയുടെ ആ നോട്ടം കിട്ടിയാൽ തന്നെ നമ്മൾ ധന്യരായി. അതുകൊണ്ട് സമന്ദഹസിതേ ക്ഷണം. അപ്പൊ നമ്മൾ അകത്ത് കാണണം ആ ഭാവത്തെ. കുങ്കുമം ചാർത്തി, കസ്തൂരി ചാർത്തി, മന്ദമായി ഹസിച്ചുകൊണ്ട് നമ്മളെ നോക്കുന്നവളാണ് അമ്മ. സശര ചാപ പാശാങ്കുശാം. അമ്മ ആയുധങ്ങൾ ധരിച്ചിട്ടുണ്ട്. 4 പ്രകാരത്തിലുള്ള ആയുധങ്ങളാണ്. എന്തൊക്കെയാണ്? ശരം, ചാപം, പാശം, അങ്കുശം. ശരം എന്നാൽ അമ്പ്, ചാപം എന്നാൽ വില്ല്, പാശം എന്നാൽ കയറ്, അങ്കുശം എന്നാൽ തോട്ടി. ഇവിടെ അമ്പ്, വില്ല് എന്ന ഈ 4 ഭാവങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതായത് കരിമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചാപമാണ്, വില്ലാണ് അമ്മ പിടിച്ചിട്ടുള്ളത്. പൂക്കളെ കൊണ്ട്, പൂക്കൾ എന്ന് പറയുമ്പോൾ തന്മാത്രയെ സൂചിപ്പിക്കുന്നു. പഞ്ചതന്മാത്രകളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള സായകങ്ങൾ അമ്പുകളാണ്. തന്മാത്രകൾ എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മവശം, അതായത് ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് നമ്മൾ പറയുന്നതാണ് ഈ പഞ്ചഭൂതങ്ങളുടെ ഏറ്റവും സൂക്ഷ്മവശം. അതായത് സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന ആ 5 എണ്ണം. ആ 5നെയും അമ്മ അമ്പാക്കിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളായിട്ട് ലഭിക്കുന്നതെല്ലാം അമ്മ എയ്യുന്ന അമ്പുകളാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അങ്ങനത്തെ അമ്പുകളും കരിമ്പിന്റെ വില്ലുമാണ് അമ്മ പിടിച്ചിട്ടുള്ളത്. അതുപോലെ അമ്മ പാശം പിടിച്ചിട്ടുണ്ട്, അങ്കുശം പിടിച്ചിട്ടുണ്ട്. അമ്മയുടെ പാശം രാഗമാണെന്നും അമ്മയുടെ അങ്കുശം ക്രോധമാണെന്നും ലളിതാ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. രാഗം എന്നാൽ ഇഷ്ടമാണ്, സ്നേഹമാണ്, നമുക്ക് വേണമെന്ന് തോന്നുന്ന ഭാവമാണ്. അതാണ് അമ്മയുടെ കയറ്. അപ്പോൾ സ്നേഹത്തിലൂടെ നമ്മെ ബന്ധിപ്പിക്കുന്നവൾ എന്നർത്ഥം വന്നു. ക്രോധമാകുന്ന അങ്കുശം, നമ്മൾ വഴി തെറ്റുന്ന സമയത്ത് ഒരു പാപ്പാൻ ആനയെ ഏതുപോലെയാണോ തോട്ടികൊണ്ട് നിലക്കി നിർത്തുന്നത്, അതുപോലെ നമ്മെ നിലക്കി നിർത്തുന്നവളാണ്. അപ്പൊ അമ്മയ്ക്ക് നമ്മളോട് സ്നേഹവുമുണ്ട്, ദേഷ്യവുമുണ്ട്. അത് നമ്മുടെ വ്യവഹാരം അനുസരിച്ചിരിക്കും. ഇനി ഒന്നുകൂടിയും നോക്കിക്കഴിഞ്ഞാൽ ഭക്തരുടെ നേർക്ക് വരുന്നവരോട് അമ്മ തോട്ടി പ്രയോഗിക്കും, ഭക്തരെ സംരക്ഷിക്കാനായിട്ട് അമ്മ പാശം പ്രയോഗിക്കും. അങ്ങനെയും നമുക്കെടുക്കാം. അപ്പോൾ 4 കാര്യങ്ങൾ അമ്മ പിടിച്ചിട്ടുണ്ട്. ശരം, ചാപം, പാശം, അങ്കുശം. ഇത് 4ഉം പിടിച്ചിരിക്കുന്നവളാണ്. അപ്പൊ ആ ഭാവത്തിൽ അമ്മയെ കാണണം. ലളിതാ ത്രിപുര സുന്ദരിയുടെ വിശേഷപ്പെട്ട ഭാവമാണ് അത്. അശേഷ ജനമോഹിനിയും. അശേഷം എന്നാൽ എല്ലാവരെയും, അതായത് സമ്പൂർണമായി ജനങ്ങളെ മോഹിപ്പിക്കുന്നവളാണ് അമ്മ. ഇപ്പോൾ 5 അമ്പുകൾ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇന്ദ്രിയ വിഷയങ്ങൾ, തന്മാത്രകളാണെന്ന് പറഞ്ഞു. അതിലൂടെ തന്നെ നമുക്ക് മോഹത്തെ ജനിപ്പിക്കുന്നുണ്ട്. മോഹം എന്ന വാക്കിന് ഉള്ളതിനെ അറിയാതെ ഇല്ലാത്തതുണ്ടെന്ന് ധരിക്കുന്നതാണ്. ഇവിടെ പലതുണ്ടെന്ന് നമ്മൾ കാണുന്നു. വാസ്തവത്തിൽ എന്താ? ഒന്ന് മാത്രമേ ഉള്ളൂ, അത് അമ്മയാണ്. പക്ഷെ ആ ഏകവസ്തുവായ അമ്മയെ കാണാതെ പല വസ്തുക്കളായ പ്രപഞ്ചത്തെ കാണുന്നതാണ് മോഹം അഥവാ മായ. ആ മായയെ ജനിപ്പിക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് അശേഷ ജനമോഹിനിയാണ് അമ്മ. ഇവിടെ പലരും പല ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആ ആഗ്രഹങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് അവരുടെ സ്വരൂപത്തിൽ തന്നെയുള്ള ആനന്ദരൂപിണിയായ അമ്മയെ അറിഞ്ഞാൽ അവർക്ക് പൂർണ്ണത ലഭിച്ചു. പക്ഷെ അത് മനസ്സിലാക്കാതെ അവർ വസ്തുക്കളുടെ, വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ ഓടിപ്പിക്കുന്നതും അമ്മയുടെ മായ തന്നെയാണ്. അതുകൊണ്ട് അശേഷ ജനമോഹിനിയാണ് അമ്മ. അരുണമാല്യ ഭൂഷാംബരാം. അരുണ നിറത്തിലുള്ള, അരുണം എന്നാൽ ചുവപ്പ്, ചുവപ്പ് നിറത്തിലുള്ള മാല്യങ്ങൾ, മാലകളെ ധരിച്ചിട്ടുണ്ട്. ഭൂഷം, ഭൂഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭരണങ്ങൾ, മാലയല്ലാത്ത ആഭരണങ്ങളെയെല്ലാം നമുക്കെടുക്കാം. അതുപോലെ അംബരാം, വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇവിടെ മാല്യ ശബ്ദത്തിന് നമുക്ക് പൂക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മാലയെന്നും മറ്റേതല്ലാത്ത മാലകളും ആഭരണങ്ങളും എന്നും ഭൂഷ ശബ്ദം കൊണ്ടെടുക്കാം. അപ്പോൾ എല്ലാം ചുവന്ന നിറത്തിലാണ്. അങ്ങനെയുള്ള മാല്യങ്ങൾ, ഭൂഷങ്ങൾ, അംബരങ്ങൾ, വസ്ത്രങ്ങളെ ധരിച്ചിരിക്കുന്നവളാണ് അമ്മ. ജപാകുസുമ ഭാസുരാം. ജപാകുസുമം, ജപാകുസുമം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി പൂവാണ്. അതിൻ്റെ പ്രകാശത്തോടു കൂടിയവൾ, കാന്തിയോടു കൂടിയവൾ, ചുവന്ന നിറത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം.
കാരണം ചെമ്പരത്തിയുടെ നിറം അതാണല്ലോ, ചുവപ്പാണല്ലോ. അപ്പൊ അതിന് സമാനമായ ചുവന്ന കാന്തിയോടൊത്തവളാണ് അമ്മ. അതുകൊണ്ട് ജപാകുസുമ ഭാസുരാം ജപവിധൗ സ്മരേത് അംബികാം. ജപവിധൗ, ജപം ആരംഭിക്കുന്ന സമയത്ത്. എന്ത് ജപം? സഹസ്രനാമ ജപം. സഹസ്രനാമം ജപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ സമയത്ത് അംബികാം സ്മരേത്, ഇപ്രകാരം ഇരിക്കുന്ന അമ്മയെ സ്മരിക്കുക. ധ്യായേതെന്ന് ഇതിനു മുമ്പുള്ള 2 ശ്ലോകങ്ങളിലും പറഞ്ഞു, ഇവിടെ സ്മരേത് എന്ന് പറയുന്നു, സ്മരിക്കുക. അർത്ഥം ഒന്ന് തന്നെ. അമ്മയുടെ ഭാവത്തെ നമ്മൾ ഉള്ളിൽ കാണണം. ഈ പറഞ്ഞ ഭാവങ്ങളിലൊക്കെ ഇരിക്കുന്നവളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ വൈഭവം നമുക്ക് മനസ്സിലാവും, ഭാവം ഉണരും. ഉണർന്ന ഭാവത്തോടു കൂടി വേണം ജപിക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതായിരുന്നു 3ാമത്തെ ധ്യാന ശ്ലോകം. സ കുങ്കുമ വിലേപനാം അലികചുംബി കസ്തൂരികാം സമന്ദഹസിതേക്ഷണാം സശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമ ഭാസുരാം ജപവിധൗ സ്മരേദംബികാം. ഇനി വളരെയധികം സുന്ദരിയായവൾ എന്നർത്ഥത്തിലും അശേഷജനമോഹിനി എന്നെടുക്കാം. കാരണം ആ രൂപം കണ്ടാൽ തന്നെ എല്ലാവരും മോഹിച്ചു പോകും, ഭ്രമിച്ചു പോകും. അത്രയും സൗന്ദര്യമുള്ളവളായതുകൊണ്ടും അശേഷജനമോഹിനി എന്ന് വിളിച്ചിരിക്കുന്നു. ഇനി 4ാമത്തെ ധ്യാന ശ്ലോകമാണ്, അവസാനത്തെ ധ്യാന ശ്ലോകമാണ്. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അനിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. അരുണാം, അരുണ നിറത്തോടു കൂടിയവളാണ് അമ്മ. അമ്മയ്ക്ക് ഏറ്റവും വിശേഷപ്പെട്ട നിറം ചുവപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പല സമയം അരുണ ശബ്ദം ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ചുവന്ന നിറത്തോടു കൂടിയവളാണ്. ആ കുങ്കുമത്തിന്റെ ഒക്കെ ചുവപ്പുള്ള കാന്തിയോട് കൂടിയിട്ടുള്ള ദേഹത്തോടു കൂടിയവളാണ്. കരുണാ തരംഗിതാക്ഷീം. തരംഗിതം എന്ന് പറഞ്ഞാൽ തരംഗമുള്ളത് എന്നാണ്. തരംഗം എന്നാൽ വേവ്സ്, തിരമാലകൾ. തിരമാലകൾ ഉള്ളത് എവിടെയാ? കടലിലാണ്. അപ്പൊ അമ്മയുടെ കണ്ണിനെ കരുണയുടെ കടലായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. അമ്മയുടെ കണ്ണിലെ ആ കരുണയുടെ കടലിൽ നിന്നും കരുണയാകുന്ന തിരകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊന്തുന്നുണ്ട്. അങ്ങനെ പൊന്തുന്ന തിരകളോട് കൂടിയ കണ്ണുകളോട് കൂടിയവൾ. അതായത് അമ്മയുടെ നോട്ടം കരുണയുടെ തിരയാണ്. അമ്മയുടെ ഉള്ളിൽ കരുണ നിറഞ്ഞിരിക്കുകയാണ്. അമ്മ ഭക്തരെ ഒന്ന് നോക്കിയാൽ അമ്മയുടെ ഹൃദയത്തിലുള്ള ആ കരുണ, ആ നിറഞ്ഞിരിക്കുന്ന കരുണ പുറത്തേക്കൊരു തിരമാലകളെ പോലെ അത് വരും. ഒരു തിര പോലെ അത് വരും. അത് വന്ന് ഭക്തന് ലഭിച്ചാൽ അവൻ ആവശ്യമുള്ളതെല്ലാം കിട്ടും. പിന്നെ അവൻ മറ്റൊന്നിനുമായിട്ട് പരിശ്രമിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും വൈഭവം അമ്മയുടെ ആ നോട്ടത്തിനുണ്ട്. അത്രയും കാരുണ്യം ആ നോട്ടത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട് അമ്മ. അതുകൊണ്ടാണ് കരുണാതരംഗിതാക്ഷീം എന്ന് വിളിച്ചിട്ടുള്ളത്. അങ്ങനത്തെ നോട്ടമാണ്, കണ്ണുകളാണ് അമ്മയ്ക്കുള്ളത്. സദാ കരുണയാകുന്ന തരംഗം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവൾ. ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം. നേരത്തെ പറഞ്ഞ അതേ അർത്ഥമാണ്. ധൃതം, ധരിച്ചിരിക്കുന്നു. എന്തിനെയാണ് ധരിച്ചിരിക്കുന്നത്? പാശം, അങ്കുശം, പുഷ്പബാണം, ചാപം. പാശം എന്നാൽ കയറ്, അങ്കുശം എന്നാൽ തോട്ടി, പുഷ്പബാണം എന്നാൽ പൂക്കളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബാണങ്ങൾ, ചാപം എന്നാൽ വില്ല്. ഇങ്ങനെ 4നെയും പിടിച്ചിരിക്കുന്നവൾ. അമ്മയുടെ ആയുധങ്ങളാണിത് 4. നേരത്തെ നമ്മൾ കേട്ടതാണ്. അതേ ഭാവം തന്നെ. ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാദിഭിരാവൃതാം മയൂഖൈ. അണിമ തുടങ്ങിയിട്ടുള്ള മയൂഖങ്ങളാൽ ആവൃതയായിരിക്കുന്നവളാണ് അമ്മ. മയൂഖം എന്ന് പറഞ്ഞാൽ കിരണങ്ങൾ. സൂര്യന് ചുറ്റും ഒരു പ്രഭാവലയം ഉണ്ടാവും, കിരണങ്ങൾ ഇങ്ങനെ പ്രസരിക്കുന്നുണ്ടാവും. അതേപോലെ അമ്മയ്ക്ക് നല്ല കാന്തിയുണ്ട്. ആ കാന്തിയായിട്ട് കിരണങ്ങൾ ഇങ്ങനെ പ്രസരിക്കുന്നു. അപ്പം അമ്മയ്ക്ക് ചുറ്റും നമുക്ക് ആ പ്രഭാവലയം കാണാം. അതെന്താണ് ആ കിരണങ്ങൾ? അത് അണിമ തുടങ്ങിയിട്ടുള്ള 8 സിദ്ധികളാണ്. ഈ ലോകത്തിൽ പല ആൾക്കാരും പരിശ്രമിക്കുന്നത്, ഒരുപാട് തപസ് അനുഷ്ഠിക്കുന്നത് സിദ്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അണിമ, മഹിമ, ഗരിമാൻ തുടങ്ങിയിട്ടുള്ള 8 സിദ്ധികളുണ്ട്. ഈ 8 സിദ്ധികളും 8 കഴിവുകളാണ്. നമ്മുടെ ശരീരത്തെ ചെറുതാക്കാനുള്ള കഴിവ്, വലുതാക്കാനുള്ള കഴിവ്, ഭാരം കൂട്ടാനുള്ള കഴിവ്, കുറയ്ക്കാനുള്ള കഴിവ്, ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് എത്താനുള്ള കഴിവ്, ഇഷ്ടമുള്ളത് ഗ്രഹിക്കാനുള്ള കഴിവ്, ആൾക്കാരെ വശത്താക്കാനുള്ള കഴിവ്. അങ്ങനെ 8 പ്രകാരത്തിലുള്ള കഴിവുകൾ, അഷ്ടസിദ്ധി എന്ന് പറയും. ഈ അഷ്ടസിദ്ധികളും അമ്മയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. സൂര്യനിൽ നിന്നും പ്രകാശം പ്രവഹിക്കുന്ന പോലെ അമ്മയിൽ നിന്നും ഇവ പ്രവഹിക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും ഈ 8 സിദ്ധികളിൽ ഏതെങ്കിലും ഒന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് മയൂഖം പോലെ, കിരണങ്ങൾ പോലെ, പ്രകാശകിരണങ്ങൾ പോലെ ഈ 8 സിദ്ധികളും അമ്മയെ ചുറ്റിയിരിക്കുന്നു, വളയം ചെയ്തിരിക്കുന്നു. അമ്മയിൽ നിന്നും അതിങ്ങനെ പ്രവഹിക്കുകയാണ്. അണിമാദിഭിരാവൃതാം മയൂഖൈ അഹം ഇത്യേവ വിഭാവയേ ഭവാനീം. ഭവാനി എന്ന് പറഞ്ഞാൽ
ലോകത്തെ പ്രസവിച്ചവൾ, ലോകത്തെ പാലിക്കുന്നവൾ. ആ ഭവാനിയെ വിഭാവയെ, വിഭാവനം ചെയ്യുക, ധ്യാനിക്കുക, ഉൾക്കൊള്ളുക, സങ്കല്പിക്കുക. എങ്ങനെ? അഹം ഇതി ഏവ, ഞാൻ എന്ന് തന്നെ. നമ്മുടെ എല്ലാം ഉള്ളിൽ ഞാൻ എന്ന് സ്ഫുരിക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധത്തിന് ശരീരത്തോടോ മനസ്സിനോടോ ബുദ്ധിയോടോ താതാത്മ്യമില്ല. പക്ഷെ അതിനോടെല്ലാം ഒട്ടി നിന്നുകൊണ്ട് അത് ശരീരമുള്ളതാണ്, മനസ്സുള്ളതാണ്, ബുദ്ധിയുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതിൻ്റെ പരിമിതിയെ സ്വയം സ്വീകരിക്കുന്നു. അതിനനുസരിച്ച് ആണാണോ പെണ്ണാണോ, ഉയർന്നവനാണോ താഴ്ന്നവനാണോ, വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നൊക്കെ പറഞ്ഞ് പല പ്രകാരത്തിലുള്ള ഭാവങ്ങളെ കൽപ്പിക്കുന്നു. എന്നാൽ അതിനെ എല്ലാം മാറ്റിയാൽ ശുദ്ധമായ ഒരു അഹം നമ്മുടെ ഉള്ളിലുണ്ട്. ആ അഹം എന്ന് പറയുന്നത് ഭവാനിയാണെന്ന് മനസ്സിലാക്കുക. അമ്മ തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് അമ്മയുടെ ഭാവം. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അതാണ്. ഒരുപാട് നാമങ്ങൾ പറഞ്ഞാലും അമ്മയുടെ പരിപൂർണത നമുക്ക് അകത്ത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിക്കുന്ന ഒരു സ്തോത്രരത്നമാണിത്. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന നാമങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അകത്തേക്ക് നോക്കുന്നവനാൽ നന്നായി ആരാധിക്കപ്പെടുന്നവൾ, പുറത്തേക്ക് നോക്കുന്നവർക്ക് ദുർലഭയായിരിക്കുന്നവൾ, വളരെയധികം ദുർലഭയായിരിക്കുന്നവൾ, അങ്ങനെ ഇരിക്കുന്നവളാണ് അമ്മ. അപ്പൊ അകത്ത് ബോധസ്വരൂപത്തിൽ നമ്മൾ എന്തൊന്നിനെ അറിയുന്നുവോ അതാണ് ശ്രീമാതാവ്. ലോകത്തിന് മുഴുവൻ അമ്മയായിരിക്കുന്ന ഭവാനി അവളാണ്. അപ്പൊ നമ്മൾ ഇത്രയും രൂപങ്ങൾ പറഞ്ഞു. രൂപം പറയുമ്പോൾ അവിടെ ഭേദമുണ്ട്. ആ ഭേദമുണ്ടെങ്കിലും ആ ഭേദം വാസ്തവത്തിൽ അവിടെ ആവശ്യമില്ല എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് ഈ അവസാനത്തെ വരിയിൽ. അതുകൊണ്ടാണ് ഇത് അവസാനം ചൊല്ലുന്നത്. ഭേദമുണ്ടെങ്കിലും ഭേദമില്ല. നമ്മുടെ എല്ലാം ഉള്ളിൽ അഹം എന്ന ഭാവത്തിൽ, ഞാൻ എന്ന ഭാവത്തിൽ ശോഭിക്കുന്നത് എന്തോ അത് ഈ ഭവാനി തന്നെയാണ്. ഇത്രയും രൂപങ്ങൾ പറഞ്ഞതിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആ ദേവി തന്നെയാണ് അത്. ആ ഒരു ബോധത്തോടു കൂടി വേണം അമ്മയെ സമീപിക്കാൻ. നമ്മുടെ പരിമിതി കൊണ്ട് നമ്മൾ അന്യയായിട്ട് കാണുകയാണ്. നമ്മളിൽ നിന്നും വ്യത്യസ്തയായ ഒരു രൂപത്തിൽ ഇരിക്കുന്നവളായി കാണുകയാണ്. പല ഭാവങ്ങൾ കൽപ്പിക്കുകയാണ്. ആ ഭാവങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റുന്നു, എന്നിട്ട് ഉപാസിക്കുന്നു. അങ്ങനെ ഉപാസിക്കുന്ന സമയത്തും നമ്മൾ ഓർക്കണം, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യമാണത്. അകത്താണ് അറിയുന്നത്. അഹം അഹം എന്ന് പറഞ്ഞ് ഈ ഉപാസകന്റെ അഹമായിരിക്കുന്നത് ഈ അമ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ അവസാനത്തെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത്. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണ ചാപാം അണിമാതിഭിരാവൃതാമയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ഇങ്ങനെ അമ്മയെ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ സഹസ്രനാമത്തിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് അമ്മയുടെ ഭാവം വ്യക്തമായി മനസ്സിലാവുകയും അമ്മയെ പെട്ടെന്ന് സമീപിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഭാവം നല്ലോണം ഉദിച്ചു കഴിഞ്ഞാൽ ജപത്തിന് പെട്ടെന്ന് ഫലം കിട്ടും. അതുകൊണ്ടാണ് എപ്പോഴും ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുന്നത്. അപ്പൊ ധ്യാന ശ്ലോകം ചൊല്ലുമ്പോൾ വെറുതെ ഉച്ചരിച്ചാൽ മാത്രം പോരാ. അതിൽ പറയുന്ന പദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കി ആ ഭാവത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും ധ്യാന ശ്ലോകങ്ങൾ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ആ രൂപത്തെ, ആ ഭാവത്തെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായി കണ്ടുകൊണ്ട് നമ്മൾ അമ്മയെ ഉപാസിക്കാൻ ആരംഭിച്ചാൽ, ജപം ആരംഭിച്ചാൽ നമുക്ക് എല്ലാവിധ ഗുണവും ലഭിക്കും. ഇവിടെ ജപം എന്ന് പറയുന്നത് തന്നെ ഒരു അർച്ചനയാണ്. നമ്മൾ പല വസ്തുക്കളും കൊണ്ടുവന്ന് അമ്മയെ അർച്ചിക്കുന്നു. പൂക്കളും തുടങ്ങിയ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് അർച്ചിക്കുന്നു. ഇതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? പ്രകൃതിയിൽ നിന്നാണ് ലഭിച്ചത്. പ്രകൃതി ആരാ? അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയുടെ തന്നെ ചില ഭാവങ്ങളെ എടുത്ത് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഒരു ഭാവമാണ് ശബ്ദം. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന ശബ്ദത്തിന്റെ 4 തലവും അമ്മ തന്നെയാണെന്ന് സഹസ്രനാമത്തിൽ തന്നെ പറയുന്നു. അപ്പൊ ആ ശബ്ദം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളവയാണ് നാമങ്ങൾ. അപ്പൊ പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള അമ്മ തന്നെയായിരിക്കുന്ന നാമങ്ങളെ ആ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അപ്പൊ വാസ്തവത്തിൽ ഇതൊരു അർച്ചനയാണ്, ഇതൊരു യജ്ഞമാണ്. അതുകൊണ്ടാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യജ്ഞമാണെന്നുള്ള ഭാവത്തിൽ ഇപ്പോൾ അമ്മയെ വിളിക്കുകയാണ് എന്ന രീതിയിൽ ഇത് ജപിക്കാം. അപ്പം അവിടെ അമ്മയെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അതല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്മൾ ഈ നാമങ്ങളെ സമർപ്പിക്കുകയാണ്. ഒരു യജ്ഞത്തിലേക്ക് നെയ്യ് ഹോമിക്കുന്ന പോലെ, അഥവാ പുഷ്പങ്ങളെ അർപ്പിക്കുന്ന പോലെ, കുങ്കുമത്തെ കൊടുക്കുന്ന പോലെ നമ്മൾ അർച്ചിക്കുകയാണെന്നുള്ള ഭാവത്തിൽ ഓരോ നാമവും ഉച്ചരിക്കുക. അവിടെ നമ്മൾ മറ്റു പദാർത്ഥങ്ങളല്ല, നാമത്തെ തന്നെയാണ് കൊടുക്കുന്നത് എന്ന ഭാവത്തിൽ ജപിക്കുക. അങ്ങനെ ജപിക്കുമ്പോൾ ഇത് അർച്ചനയായി മാറും. അത് ഈ ഭാവത്തോടു കൂടി, അതായത് അമ്മയുടെ രൂപമെല്ലാം ധ്യാനിച്ച് അമ്മയുടെ വൈഭവം മനസ്സിലാക്കി, പുറത്തുള്ളവളല്ല അകത്ത് തന്നെ ശോഭിക്കുന്ന ചൈതന്യമാണ് അമ്മ എന്ന് മനസ്സിലാക്കി, നമുക്ക് ഭോഗവും മോക്ഷവും നൽകുന്നവളാണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ അമ്മയെ ഉപാസിക്കണം. അതിനുവേണ്ടിയാണ് ധ്യാന ശ്ലോകങ്ങൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അർത്ഥമെല്ലാം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. അന്ന് ധ്യാന ശ്ലോകം പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥവും ഒന്ന് ചിന്തിച്ചത്. സാധിക്കുന്നവരെല്ലാം ലളിതാ സഹസ്രനാമം ജപിക്കണം, ധ്യാനത്തോടു കൂടി ജപിക്കണം. അമ്മയുടെ വൈഭവം ഉൾക്കൊണ്ട് നമ്മുടെ അകത്ത് തന്നെ ശോഭിക്കുന്ന ചൈതന്യമാണെന്നുള്ള ബോധത്തോടെ പല പ്രകാരത്തിലുള്ള നാമങ്ങളെ കൊണ്ട് അമ്മയെ അർച്ചിക്കണം. അതിനുള്ള ഭാഗ്യം ആ ലളിതാംബിക നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 4 ധ്യാന ശ്ലോകങ്ങളുടെയും എളിയ വ്യാഖ്യാനം ആ ലളിതാ പരമേശ്വരിയുടെ ആ മഹാത്രിപുര സുന്ദരിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.